കൊച്ചിയുടെ പഴയ വഴികളിലൂടെ സന്ധ്യയുടെ വെളിച്ചം പതിഞ്ഞു നിന്നപ്പോൾ ഒരു ചെറിയ കഫേയിൽ ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്നു ഇശാൻ. സംഗീതം അവന്റെ ജീവിതമായിരുന്നു. പക്ഷേ അവന്റെ പാട്ടുകളിൽ ഒരു വിഷാദമൊളിഞ്ഞിരുന്നു. ആ കഫേയിൽ പതിവായി എത്താറുള്ളവളായിരുന്നു മായ. അവൾ ഒരു ആർട്ട് സ്റ്റുഡന്റ്. ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അവൾക്ക് ലോകം മറക്കാം. എന്നാൽ ഇശാന്റെ സംഗീതം കേൾക്കുമ്പോൾ അവൾക്ക് സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാനാവും. ഒരു ദിവസം മായ തന്റെ സ്കെച്ച് ബുക്കിൽ ഇശാനെ വരയ്ക്കുകയായിരുന്നു. അത് കണ്ട ഇശാൻ ചോദിച്ചു, "എന്നെ ഇത്ര ശ്രദ്ധിച്ചു നോക്കുന്നതെന്തിന്?" മായ ചിരിച്ചു. "നിന്റെ സംഗീതം കേൾക്കുമ്പോൾ നിന്റെ മുഖത്ത് ഒരു കഥ കാണാം." ആ ദിവസത്തോടെ അവരുടെ സംഭാഷണം ആരംഭിച്ചു. ഇശാൻ തന്റെ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞു, മായ തന്റെ സ്വപ്നങ്ങളെയും. അവർ കഫേയുടെ കോണിലിരുന്ന് രാത്രികൾ വരെ സംസാരിച്ചു. കാലം കടന്നപ്പോൾ അവരുടെ ബന്ധം പ്രണയമായി മാറി. "നിന്റെ ചിത്രങ്ങൾ എന്റെ പാട്ടുകൾക്ക് നിറം നൽകുന്നു," ഇശാൻ പറഞ്ഞു. "നിന്റെ പാട്ടുകൾ എന്റെ ചിത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു," മായ മറുപടി നൽകി. ഒരു ദിവസം ഇശാനെ ഒരു വലിയ മ്യൂസിക് കമ്പനിയിൽ നിന്ന് ഓഫർ ലഭിച്ചു. അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന അവസരം. "നീ പോകണം," മായ പറഞ്ഞു, ഹൃദയം ഭാരം കൊണ്ട്. "നീ കൂടെ വരുമോ?" ഇശാൻ ചോദിച്ചു. മായ നിശബ്ദമായി. "എനിക്കെന്റെ പഠനം പൂർത്തിയാക്കണം. പക്ഷേ ഞാൻ നിന്നെ കാത്തിരിക്കും." ഇശാൻ പോയി. മാസങ്ങൾ കടന്നു. മായയുടെ ജീവിതം ചിത്രങ്ങളാൽ നിറഞ്ഞിരുന്നു. പക്ഷെ അവളുടെ ഹൃദയം ശൂന്യമായിരുന്നു. ഇശാന്റെ പാട്ടുകൾ ഇപ്പോൾ റേഡിയോയിൽ കേൾക്കാമായിരുന്നു. പക്ഷെ അവൻ അവളുടെ അടുത്തില്ലായിരുന്നു. ഒരു ദിവസം കഫേയിൽ ഒരു ചെറിയ മ്യൂസിക് ഷോ സംഘടിപ്പിച്ചു. മായ അവിടെ പോയി. സ്റ്റേജിൽ ഒരാൾ ഗിറ്റാർ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇശാൻ. അവൻ പാടാൻ തുടങ്ങി. ഒരു പുതിയ പാട്ട്. "ഈ പാട്ട് ഒരാളിലായി," അവൻ പറഞ്ഞു. "എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം." മായയുടെ കണ്ണുകൾ നിറഞ്ഞു. പാട്ട് കഴിഞ്ഞപ്പോൾ ഇശാൻ സ്റ്റേജിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. "എന്റെ വിജയത്തിന് ഒരർത്ഥമുണ്ടാകണം. അത് നീയാണെങ്കിൽ മാത്രമേ," അവൻ പറഞ്ഞു. മായ ചിരിച്ചു. അവന്റെ കൈ പിടിച്ചു. കഫേയിൽ വീണ്ടും സംഗീതം മുഴങ്ങി. ഇത്തവണ അവരുടെ ഹൃദയങ്ങളുടെ താളത്തിൽ. പ്രണയം ഒരു സംഗീതം പോലെയാണ്. ശരിയായ വ്യക്തിയെ കണ്ടാൽ അത് പൂർണ്ണമാകും. ആലപ്പുഴയുടെ ശാന്തമായ ബാക്ക് വാട്ടറുകൾക്കരികിൽ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നവളായിരുന്നു നന്ദന. നീണ്ട മുടിയും ചിരിയിലൊളിഞ്ഞ സ്നേഹവും അവളെ കാണുന്നവരൊക്കെയും ആകർഷിക്കപ്പെടുമായിരുന്നു. പക്ഷെ അവളുടെ ഹൃദയം ആരെയും എളുപ്പത്തിൽ അടുപ്പിക്കാത്തതായിരുന്നു. ഒരു ദിവസം പുതിയൊരു ബോട്ട് ഡ്രൈവർ ഗ്രാമത്തിലേക്കെത്തി. കിരൺ. നഗരത്തിൽ നിന്നെത്തിയ അവൻ ഈ നിശബ്ദ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തേടുകയായിരുന്നു. ആദ്യമായി കണ്ടത് നന്ദന ദിവസവും പോകുന്ന കനാൽ വഴിയിലാണ്. കിരൺ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദന വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. "ഇവിടുത്തെ വെള്ളത്തിനൊരു ശാന്തതയുണ്ട്," കിരൺ പറഞ്ഞു. "അത് ഇവിടെയുള്ള ആളുകളുടെ മനസ്സിൽ നിന്നാണ് വരുന്നത്," നന്ദന മറുപടി നൽകി. ആ ചെറിയ സംഭാഷണം പിന്നീട് പതിവായി. കിരൺ അവളെ ഓരോ ദിവസവും ബോട്ടിൽ കയറ്റി യാത്രയ്ക്ക് കൊണ്ടുപോയി. അവർ വെള്ളത്തിന്റെ നടുവിൽ നിന്ന് സൂര്യാസ്തമനം കാണുകയും ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നന്ദനയുടെ നിശബ്ദത കിരണിനെ ആകർഷിച്ചു. കിരണിന്റെ സജീവത നന്ദനയുടെ ഹൃദയം തുറന്നു. "നീ എന്തുകൊണ്ട് ഇത്ര ശാന്തയാണ്?" കിരൺ ചോദിച്ചു. "ഞാൻ വിശ്വസിക്കാൻ ഭയപ്പെടുന്നു," നന്ദന തുറന്നു പറഞ്ഞു. "ഞാൻ നിന്നെ വിശ്വസിക്കാൻ പഠിപ്പിക്കും," കിരൺ ചിരിച്ചു. കാലം കടന്നു. അവരുടെ ബന്ധം പ്രണയമായി മാറി. പക്ഷെ ഒരു ദിവസം കിരണിനൊരു ഫോൺ കോൾ വന്നു. അവന്റെ പഴയ ജീവിതം അവനെ തിരിച്ചുവിളിച്ചു. ഒരു വലിയ ബിസിനസ് അവസരം. "നീ പോകുമോ?" നന്ദന ചോദിച്ചു, ഹൃദയം വേദനിച്ച്. കിരൺ നിശബ്ദമായി. "എനിക്ക് പോകേണ്ടിവരും. പക്ഷെ ഞാൻ തിരിച്ചുവരും." നന്ദന ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. അവൻ പോയി. ദിവസങ്ങൾ കടന്നു. ബോട്ട് ഇപ്പോഴും അതേ വഴിയിലൂടെ പോയി. പക്ഷെ നന്ദനയുടെ ഹൃദയം ശൂന്യമായി. ഒരു സന്ധ്യയിൽ അവൾ വീണ്ടും കനാലിനരികിൽ നിന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ വെള്ളത്തിൽ സ്വർണ്ണ നിറം പകരുകയായിരുന്നു. അപ്പോൾ ദൂരത്തൊരു ബോട്ട് വന്നു. അത് കിരണായിരുന്നു. അവൻ ഇറങ്ങി നന്ദനയുടെ മുന്നിലെത്തി. "ഞാൻ തിരിച്ചുവന്നു. കാരണം ഞാൻ മനസ്സിലാക്കി ഈ വെള്ളത്തേക്കാൾ ശാന്തമായത് നീയാണ്," അവൻ പറഞ്ഞു. നന്ദനയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അവൾ അവന്റെ കൈ പിടിച്ചു. ബാക്ക് വാട്ടറിന്റെ നടുവിൽ അവരുടെ പ്രണയം വീണ്ടും ആരംഭിച്ചു. ഇത്തവണ കൂടുതൽ ശക്തിയായി. പ്രണയം നമ്മെ വീണ്ടും ഒരുമിപ്പിക്കുന്ന ഒരു യാത്രയാണ്, എത്ര ദൂരം പോയാലും.